എടാ എനിക്ക് എന്നോട് പറയാനുള്ളത് ഒറ്റ കാര്യ. എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ടും എൻ്റെ സെയിം ഏജുള്ള കസിൻസിന്റെ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ടും ഇജ്ജ് കെട്ടാൻ നിൽക്കരുത് കേട്ടോ. ഇതൊക്കെ ഈ പറയണത് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്താണ്. ഈ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം ഉണ്ടടാ. ഒന്നാമത്തെ കാര്യം, എടാ എനിക്കൊരു പെണ്ണിനെ കിട്ടണം. എടാ അങ്ങനല്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഈ മെന്റലി ഓക്കെ ആവണം. രണ്ടാമത്തത്, എല്ലാവരുടെ ലൈഫ് ഒരേപോലെയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ ഫ്രണ്ട്സിന്റെ ലൈഫ് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പൊ ഈ കാര്യം പറയുന്നത് എനിക്ക് കെട്ടണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സിന്റെ അതേ ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? എടാ എല്ലാവരുടെ ലൈഫ് ഡിഫറെന്റ് ആണ്. എൻ്റെ ലൈഫ് ചിലപ്പോൾ വേറൊരു തരത്തിലാവും, ഓരോ ലൈഫ് വേറൊരു തരത്തിലാവും. ഇത് അതേപോലെ ആകുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നും ഒരിക്കലും പോയി കല്യാണം എന്നുള്ളൊരു തീരുമാനം എടുക്കരുത്. ആദ്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പുറത്ത് കാണുന്ന ലൈഫ് തന്നെയാണ് അകത്തുള്ളതെന്ന് നമുക്ക് എന്തുറപ്പുള്ളത്? പുറത്ത് നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് മാത്രമല്ല ആളുകൾ കാണുന്നുള്ളൂ. പുറത്ത് നമ്മൾ കാണിക്കാത്ത ഒരു ജീവിതം അകത്തുണ്ടാവും. അതിപ്പോ നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ. എടാ എക്സൈറ്റ്മെന്റിന്റെ പുറത്തും എക്സ്പെക്ടേഷന്റെ പുറത്തും കല്യാണം കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ആഫ്റ്റർ മാരേജിൽ ഈ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ലൈഫിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും.